ഇന്ന് രാത്രിയിൽ കർത്താവ് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അതായി പ്രശ്നം. പ്രസംഗിക്കാനുണ്ട്, പക്ഷെ നമുക്കൊന്നും ഇല്ലെന്നേ പറയാൻ. കർത്താവ് എന്തെങ്കിലും ഒന്ന് നമ്മളോട് പറയണം. ഞാനും വളരെ ഇങ്ങനെ നിൽക്കും, കർത്താവ് എന്നോട് എന്തെങ്കിലും പറയുന്നത് കേൾക്കാനായിട്ട്. ഒരു ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നത് പോലെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് പകൽ രാത്രിയിൽ എന്തെങ്കിലും കർത്താവ് എന്നോടുകൂടി പറയുമെന്ന് വളരെ പ്രതീക്ഷയിലാണ് ഞാനുമായിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ വളരെ പ്രാർത്ഥനയിലൊക്കെയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പകൽക്കാലം കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇടപെട്ടു എന്നൊരു ബോധ്യം എനിക്ക് നന്നായി അറിയാം. കർത്താവ് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കാണാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിലും വളരെ ശാന്തമായ ഒരു ദൈവശബ്ദം പറഞ്ഞ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആയതിനാൽ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 25 മുതലുള്ള വാക്യം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത് യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. മതി, വേദപുസ്തകവും മടക്കി വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മധ്യ ചലിക്കണമേ. പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളുടെ മുഴുവൻ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ഒരു രാത്രിയാക്കി തീർക്കണം. സഹായിക്കണേ. കൂടിരിക്കണം. അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് നീ ഞങ്ങളെ വലിച്ചടിപ്പിക്കണം. അങ്ങയുടെ പദ്ധതികൾ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വരണം. കർത്താവെ, മാനുഷികമായ ഒരു വാക്ക് പോലും പറയാൻ ഇടയാകാതെ വണ്ണം പരിശുദ്ധ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സുപരിചിതമായ ഒരു വേദഭാഗം. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കാത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്നു. അന്ന് വരെ അനുഭവിക്കാത്ത നിലവാരത്തിൽ ശിഷ്യന്മാർ ആത്മാവിൽ നിറഞ്ഞു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ സാധാരണ പോകാറുള്ള ശിഷ്യന്മാർ പോയിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ പോകുമ്പോൾ ദാണ്ടെ ജന്മന മുടന്തനായവനെ കണ്ടു. അകം കത്തി. എവിടെയൊക്കെയോ കർത്താവ് അവരോട് പറഞ്ഞത് അവരുടെ അകത്ത് കത്താൻ തുടങ്ങി. നിങ്ങൾ ഭൂതങ്ങളുടെ മേൽ കൈവച്ചാൽ, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ, നിങ്ങൾ മരിച്ചവരുടെ മേൽ കൈവച്ചാൽ ഞാൻ എവിടെയോ മാളിക മുറിയിൽ അകത്ത് പകർന്ന ദൈവശക്തിയുമായി ഒരു മുടന്തനെ ഉറ്റുനോക്കി. ഞാനിങ്ങനെ സാധാരണ പറയാറുണ്ട്, ആ നോട്ടത്തിൻ്റെ പ്രത്യേകത, ആ നോട്ടത്തിൻ്റെ അകത്ത് അവർ കേട്ട ദൈവിക വാഗ്ദത്തങ്ങളെ മുഴുവനും അകത്ത് കയറ്റിക്കൊണ്ട ഒരു നോട്ടം. യേശു കർത്താവ് അവിടെ കൂടിരുന്നപ്പോൾ അവരോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അവരുടെ അകത്ത് ചലിക്കുന്നുണ്ട് ആ നോട്ടത്തിൻ്റെ മുമ്പിൽ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അവർ എഴുന്നേറ്റു. സന്തോഷമായി. കാരണം അവിടെ കയ്യാൽ ഗുരു കൂടെ ഇല്ലാതെ ഒരു അത്ഭുതം നടന്നു.
അവർ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു അല്ലേ? കർത്താവ് പറഞ്ഞത് അതുപോലെ സംഭവിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. കർത്താവ് രാവിലെ പറഞ്ഞ പോലെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് അവർക്ക് കൃത്യമായ ബോധ്യം വന്നു. കാരണം കർത്താവ് പോയെങ്കിലും പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് കാര്യങ്ങളെ ചെയ്യുന്നുണ്ട്. ഈ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ അകത്തൊരു കത്തല് കത്തിയാൽ കുഞ്ഞെ ഒരു കാര്യം ഉറപ്പാ, എവിടെയൊക്കെയോ നീ പിടിച്ചു കിടക്കുന്ന അതിനുവേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ഈ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ കർത്താവോട് ചോദിച്ചു, കർത്താവ് എന്തിനാ ഇങ്ങനെ വാഗ്ദത്വങ്ങളെ പറയുന്നേ? അങ്ങ് ചെയ്താ പോരെ? ദൈവം ചെയ്യാനുള്ള കാര്യം മുന്നമേ പറയുന്നു, നമ്മൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവനങ്ങ് ചെയ്താൽ പോരെ, ഈ പറയേണ്ട കാര്യമുണ്ടോ? കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞതാ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിനക്ക് പിടിച്ചു തൂങ്ങിക്കിടക്കാനുള്ള പിടിവള്ളിയാണ് ഞാൻ നിന്നോട്. നാളുകളിൽ എന്താകുമെന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ നിനക്ക് കയറി പിടിക്കാനുള്ള പിടിവള്ളി എന്ന് പറയുന്നത് ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞ ദൈവശബ്ദങ്ങളോ. ഇതൊരു വലിയ തിയോളജിക്കൽ മെസ്സേജ് ഒന്നുമല്ല, ഇതൊരു പ്രോഫിറ്റിക്കൽ മെസ്സേജാ. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് ഏൽപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എവിടെയൊക്കെയോ ചിലർ പിടിവള്ളികളെ പിടിച്ചിന്ന് കയറാൻ പോകുകയാണ്. ജീവിതത്തിൽ നാളുകൾ സാധ്യതയില്ല എന്ന് കേട്ട പല വാക്കുകളുടെ മുമ്പിലും എവിടെയൊക്കെയോ നിങ്ങളെ നോക്കി പറഞ്ഞ ദൈവിക ശബ്ദങ്ങളെ കയറി പിടിച്ച് കർത്താവ് ഇന്നും നീ അന്ന് പറഞ്ഞ് അതിനെ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തമ്പുരാനോട് പറയുന്ന നിലവാരത്തിൽ നിന്റെ വിശ്വാസ തലങ്ങള് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ തുറക്കുന്നെന്ന് പറയാൻ. നാളുകൾ എന്താകുമെന്ന് അറിയത്തില്ല, നാളുകൾ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. അന്നേരവും എവിടെയൊക്കെയോ നിങ്ങൾ പിടിച്ചു കിടക്കുന്ന ദൈവ ശബ്ദങ്ങള്. വേദപുസ്തകത്തിൽ മനുഷ്യനുണ്ട്, ഒറ്റ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എടുക്കണ്ട പേര് ശിമയോൻ. അരുളപ്പാടിതാ, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരണം. ശിമയോനെ എത്ര വയസ്സുണ്ട് അറിയത്തില്ല പാസ്റ്ററെ, പിന്നെ എന്തുവാ ഇത്ര ധൈര്യം? കൂടുള്ളവരെല്ലാം പോയല്ലോ, പോട്ടെ പാസ്റ്ററെ. ഇന്ന് ഞാൻ പിടിച്ചു കിടക്കുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്, കർത്താവിൻ്റെ ക്രിസ്തുവിനെ. മറിയയുടെ ചിന്ത മറിയയ്ക്ക് മാത്രമേ അറിയത്തോളെന്നാ ഇത് മിശിഹായാന്ന്. അപ്പൊ ജോസഫിനും കൂടി അറിയാവുന്നൊരു ചിന്തയുണ്ട്. മലാഖി മുതൽ മത്തായി വരെയുള്ള 400 വർഷം ഇരുണ്ട കാലഘട്ടമെന്ന് വേദപഠിതാക്കൾ പറയുമ്പോഴും പ്രവചനങ്ങളും ദൈവശബ്ദങ്ങൾ ഇല്ലെന്ന് പറയുമ്പോഴും ദാണ്ട ഒരുവൻ എന്നോ കേട്ട മറിയെ നീ ജനിക്കുന്നതിന് മുമ്പ്, ജോസഫ് നീ ഉണ്ടാകുന്നതിന് മുമ്പ്, ഹെരോദാവ് നീ ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയോ പ്രാർത്ഥനാ മുറിയിൽ കേട്ട ഒരു ദൈവ ശബ്ദത്തെ പിടിച്ച് അങ്ങനെ പിടിച്ചു കിടക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പിടിച്ചു കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ വാഗ്ദത്തം പറയുകയല്ല, ഞാൻ വാഗ്ദത്തമല്ല പറയുന്നത്. നിനക്ക് നാളുകളിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ഇന്ന് കടന്നു പോകുന്ന രോഗത്തെ, ഇന്ന് നിന്റെ കയ്യിൽ കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ടിനെ ആത്മാവിൽ കീറിക്കരയാനുള്ള ദൈവത്തിന്റെ നിയോഗത്തെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ കൈമാറുന്നത്.
കൊളസ്ട്രോളിന് നിന്നെ മുക്കാൻ പറ്റത്തില്ല, ഡയബറ്റീസിന് നിന്നെ മുക്കാൻ പറ്റത്തില്ല, നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിന് നിന്നെ മുക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും നിങ്ങൾ കേട്ട ഒരു ദൈവ ശബ്ദത്തെ ഒന്ന് പിടിച്ചു കിടക്കാനുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവ്, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമ്മൾ അങ്ങോട്ട് ഓർമ്മിപ്പിക്കും. തെറ്റിദ്ധരിക്കുക, ദൈവത്തിന് മറവയുണ്ടായിട്ടല്ല. വീണ്ടും ഞാൻ ആ പദം ആവർത്തിക്കട്ടെ. കർത്താവേ, നീ എന്നോട് പറഞ്ഞില്ലേ, അതും പിടിച്ചാ ഞാൻ ഇപ്പോഴും നിൽക്കുന്നേ. വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ നേരം നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, അതും വിശ്വസിച്ചാ ഞാൻ നിൽക്കുന്നേ. ഇന്നും അവൾ അത് വിശ്വസിക്കുന്നു എന്ന് നിന്റെ ആദരത്തിൽ നിന്നൊരു വാക്ക് പുറപ്പെട്ടാൽ ഏതു പ്രതികൂലത്തിലും ഇറങ്ങി നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം. അല്ലേ? ഉണ്ടോ നിങ്ങൾ? അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, കർത്താവേ നീ അന്ന് പറഞ്ഞതിനെ ഞാൻ പിടിച്ചു കിടക്കുക, അതാണ് എൻ്റെ ധൈര്യം എന്ന് നമ്മൾ ദൈവത്തോട്. നാളുകൾ പ്രതിസന്ധിയാ, ഞങ്ങളോടൊന്നും പറയരുതെന്നാ പറഞ്ഞേക്കുന്നേ. കർത്താവേ, നീ ദാവീദ് മുഖാന്തരം ഞങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ കർത്താവേ? അല്ലേ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പ്രവാസത്തിലാകുമ്പോ, ക്ഷാമത്തിലാകുമ്പോ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ. തിരിച്ചു ദൈവം പറയും, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അർത്ഥം പറയട്ടെ, ഞങ്ങൾ പ്രതികൂലത്തിലാണ്, ഞങ്ങൾ പ്രവാസത്തിലാണ്, നാളുകൾ എന്താകുമെന്ന് അറിയത്തില്ല. ദൈവമേ, നീ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഇപ്പോഴും നീ ഓർക്കുന്നുണ്ടോ? ദൈവം പറയും, ഉണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും. കർത്താവിൻ്റെ ഇത് പറയുമ്പോൾ ഒരു ബോധ്യം തരുന്നത്, നിന്റെ അപ്പനോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളെ, നിന്നെക്കുറിച്ച് നിന്റെ അപ്പനോട് പറഞ്ഞത് ഈ ദിവസങ്ങളിൽ അത് നീയുമായി കൂട്ടിമുട്ടാൻ പോകുന്നെന്ന് ഞാനൊരു ആത്മനിയോഗത്തോടെ. ഇത് ആരൊക്കെയോ ജീവിതത്തിൽ അപ്പനോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ, അപ്പനോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്നെക്കുറിച്ച് നിന്റെ അപ്പനോട് പറഞ്ഞത് ഉണ്ടോ? അപ്പോൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുക, ദൈവത്തോട് നമ്മുടെ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയുക. ഒരു മറുപറവ് കൂടെ പറയട്ടെ, നാം മറന്നാൽ, നാം മറന്നുപോയ ചിലപ്പോൾ തട്ടിയിട്ട് പറയും, ഞാൻ നിന്നോട് ഇങ്ങനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെന്ന് ദൈവം വന്ന് തട്ടി പറയും. രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞേ. നമ്മൾ ദൈവത്തോട് പറയും, ക്ലെയിം ചെയ്യും, കർത്താവേ നീ എന്നോടിത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാഷയിൽ ഞാൻ പറയും, അത് ക്ലെയിം ചെയ്യുകയാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ കയറി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ, ദൈവ ശബ്ദങ്ങളെ ക്ലെയിം ചെയ്യുക. നീ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ മറന്നുപോകും പ്രിയരെ, കൂടെ ദൈവം തട്ടിയിട്ട് പറയും, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ എടുക്കേണ്ട 27-ാം അധ്യായത്തിൽ പ്രതികൂലം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണെന്ന് പറഞ്ഞവൻ, ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടത്തിൽ എഴുതി, രക്ഷപ്പെടുമെന്നുള്ള ആശ ഞങ്ങൾക്ക് അറ്റുപോയി എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞ മരണഭയം പിടിച്ചു.
14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ പ്രതികൂലത്തിൽ കിടക്കുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു പോയി എന്ന് അതരം തുറന്ന് പറഞ്ഞൊരു ദൈവ മനുഷ്യൻ പിറ്റേത് പ്രഭാതത്തിൽ വന്ന് പറയുന്നു, ധൈര്യപ്പെടുക, ഞാൻ സേവിച്ച് നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതൻ ഇന്നലെ രാത്രിയിൽ എന്നെ തട്ടികെട്ട് പറഞ്ഞു, പൗലോസേ, നിനക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, നീ റോമയിൽ നിൽക്കേണ്ടി വരുമെന്ന്. ഹേ, ഉണ്ടോ നിങ്ങൾ? ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്തത്തെ ഒന്ന് ഇട്ടുകൊടുത്തപ്പോൾ അവന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത് കണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത്. വേദപുസ്തകത്തിന്റെ ഘടന മുഴുവനും ദൈവിക വാഗ്ദത്തങ്ങൾ അധിഷ്ഠിതമാണ്. മരണഭയത്തിൽ നിൽക്കുന്ന ഒരു അഭിഷിക്തനെ തട്ടിയിട്ട് പറഞ്ഞു, ഇല്ലടാ, മരിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നീ പുറപ്പെടുന്നതിന് മുമ്പ്, ഈ പ്രതികൂലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, നീ റോമയെ കാണുമെന്ന്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കുമെന്ന്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഞാൻ വാഗ്ദത്തം പറഞ്ഞ് നിങ്ങളെ ഇളക്കാൻ നിൽക്കുന്ന ആളല്ല. ഞാൻ പൗലോസിന്റെ കാര്യം പറയാൻ വന്നതല്ല. എവിടെയൊക്കെയോ ദൈവ ശബ്ദത്തെ പിടിച്ചു കിടക്കുന്നവന് മുൻപോട്ട് പോകാൻ ധൈര്യം തരാൻ വേണ്ടിയിട്ട് ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോടെ നിങ്ങളെ നോക്കി പ്രവചിക്കാൻ നിൽക്കുന്ന ഒരു അഭിഷിക്തനെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഉണ്ടോ നിങ്ങൾ? ആരാ ഈ ദൂതന് ആമേൻ പറയുന്നേ? വാഗ്ദത്തങ്ങളെ പറയാമെന്ന ആളല്ല ഞാൻ. വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ച് കൈയടിപ്പിക്കാമെന്ന ആളല്ല. എവിടെയൊക്കെയോ കേട്ട ദൈവശബ്ദങ്ങളെ ക്ലൈം ചെയ്യുക എന്ന് പറയാൻ നിൽക്കുന്ന ആളാണ്. പിശാച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ, ഹേ പിശാച്, എൻ്റെ മേലൊരു ദൈവ ശബ്ദമുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു ദൈവ ശബ്ദമുണ്ട്, എൻ്റെ ദേശത്തിന് വേണ്ടി ഒരു ദൈവ ശബ്ദം എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദൈവ ശബ്ദം കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ദൈവ ശബ്ദം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഞാനത് ക്ലെയിം ചെയ്യുകയാണെന്ന് പറയാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു ബോധ്യം തരുന്നു. എവിടെയൊക്കെയോ സാധ്യതയില്ലെന്ന് പറയുന്നിടത്ത് ചിലർ ഇന്ന് രാത്രി കയറി ക്ലൈം ചെയ്യാൻ പോകുക. എവിടെയോ കേട്ട ഒരു ദൈവ ശബ്ദത്തിൻ്റെ പുറത്ത് നിങ്ങൾ കയറി ക്ലൈം ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ എന്നോട് വാഗ്ദത്തം പറഞ്ഞേ, ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ നീ എന്നോട് വാഗ്ദത്തം പറഞ്ഞേ, എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അതിനെ കയറി പിടിക്കുകയാണെന്ന്. വാഗ്ദത്തങ്ങളെ കയറി, ദൈവശബ്ദങ്ങളെ കയറി ക്ലെയിം ചെയ്യുക. സ്തോത്രം. വേദപുസ്തകത്തിൽ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ ഒത്തിരിയുള്ളൊരു മനുഷ്യൻ, അപ്പൻ്റെ അനുഗ്രഹവും വല്യപ്പൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് നടന്നവൻ, ഒരു പ്രഭാതത്തിൽ അമ്മായിപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോവുകയാണ്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇനി എപ്പോൾ കരുതും. യാക്കോബ് ഒരിക്കൽ ലാബാന്റെ അടുത്ത് പോയി പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോകുന്നു, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇനി എപ്പോൾ. പ്രത്യാശയുടെ വാക്കല്ല പ്രിയരേ, അത് വിശ്വാസത്തിൻ്റെ വാക്കല്ല, നിരാശയുടെയും വേദനയുടെയും വാക്ക്. അന്ന് രാത്രിയിൽ തട്ടികെട്ട് തമ്പുരാൻ പറഞ്ഞു, യാക്കോബേ, ഞാൻ ബേഥേലിന്റെ ദൈവമാണ്.
ബേഥേൽ എന്ന് കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, നമുക്കൊന്നും തോന്നത്തില്ല. പക്ഷെ യാക്കോബിൻ്റെ ആകങ്കത്തും, കാരണം ജീവിതത്തിൽ നാളുകൾ എന്താകുമെന്ന് പോലും അറിയാതെ എവിടെയൊക്കെയോ പേരുദോഷങ്ങൾ കേട്ട് അപ്പൻ ചതിയനെന്ന് വിളിക്കും, ജ്യേഷ്ഠൻ പറയും ഉപായിയാണ് എന്ന് പറഞ്ഞ് ജീവിതത്തിൽ നാളെ എന്താകുമെന്നറിയാതെ ഈ നാളുകൾ ഒന്നും അറിയാതെ ശൂന്യതയുടെ നടുവിൽ ഓടി വന്നപ്പോ ഒരു രാത്രിയിൽ ദൈവം ഗോവേണി വച്ചിറങ്ങി അവനോട് വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ച സ്ഥലത്തിന്റെ പേരാണ് ബഥേൽ. എന്നെ സുഭാഷ് മാസ്റ്റർ, ഞാൻ സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്, യഹോവ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലപ്പേര് പറഞ്ഞിറങ്ങുകയാ. എവിടെയൊക്കെയോ ജീവിതത്തിൽ മറന്നുപോയതിനെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലപ്പേരുകൾ, എവിടെയൊക്കെയോ ജീവിതത്തിൽ മറന്നുപോയ ദൈവിക ഇടപെടലിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഇടപെടലുകൾ. ഞാൻ ബഥേലിന്റെ ദൈവമാണ്. അർത്ഥം എന്തോന്ന് അറിയാമോ? നിന്നോട് അവിടെ പറഞ്ഞ ഉടമ്പടികളുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് ഞാൻ മടക്കി വരുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നീ സകലർക്കും അനുഗ്രഹമായിരിക്കും, നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ മറന്നുപോയ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവം, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ കയറി ക്ലൈം ചെയ്യുന്ന മനുഷ്യൻ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സീരിയസ് ആയ ഒരു വിഷയം സംസാരിച്ച് നമ്മൾ ആലോചിച്ച് പ്രാർത്ഥിക്കാം. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ തമ്പുരാൻ വിളിച്ചു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും. സന്തതിയില്ലാത്തവർ പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടലിലെ മണൽത്തിരികളെപ്പോലെയും. 24 വർഷം കഴിഞ്ഞു. 75-ാമത്തെ വയസ്സിൽ തമ്പുരാൻ വിളിച്ചിട്ടിപ്പോൾ 99 വയസ്സായി. ഇതിനിടയിൽ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ എവിടെയോ അബ്രഹാം ഇസ്മായിലിനെ ജനിപ്പിച്ചു. ഇസ്മായിലിനെ കാണുമ്പോൾ മുഴുവനും ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, അബ്രഹാമിന്റെ യാഗം തേങ്ങും. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ പോയ ഒരു അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ മാറ്റമില്ലാത്ത രക്ത ഉടമ്പടിയിൽ ആ ഉടമ്പടി കണ്ട ഉടമ്പടിയെ ഉറപ്പിച്ചു കൊടുത്ത ദൈവം നിൽക്കുമ്പോ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ സാറായിയുടെ വാക്ക് കേട്ട് ജീവിതത്തിൽ സ്വന്തമായൊരു ചുവട് വെക്കേണ്ടി വന്ന അബ്രഹാം. പുസ്തകം 17-ാം അധ്യായത്തിന് 9-ാം വാക്യം, 1-ാം വാക്യം. 24 വർഷം കഴിഞ്ഞു. അബ്രഹാമിന് ഇപ്പോൾ 99 വയസ്സുണ്ട്. 99-ാമത്തെ വയസ്സിൽ ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോഴും ദൈവം തട്ടിയിട്ട് പറയും, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള യഹോവയാണ്, എനിക്ക് നിന്നോട് ഒരു ഉടമ്പടി, ഒരു നിയമം ഉണ്ട്. ഇന്നനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ജീവിതത്തിൽ എവിടെയോ വാഗ്ദത്തം കേട്ട് അതിനനുസരിച്ച് ചുവട് വച്ചില്ല, പക്ഷേ ഇനി അതൊരിക്കലും നിറവേറ്റപ്പെടുത്തില്ല എന്ന് വെച്ച ഒരു മനുഷ്യനോട് എവിടെയോ വീണ്ടും വന്ന് ഉടമ്പടികളെയും വാഗ്ദത്തങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവം. ഓർക്കുന്നുണ്ടോ അബ്രഹാമേ, ഞാൻ നിന്നോട് പറഞ്ഞത് ഉണ്ട് എങ്കിൽ പേര് മാറ്റ, അബ്രാം എന്നല്ലടാ, അബ്രഹാം എന്നാക്ക. ജീവിതത്തിൽ എവിടെയൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കൽ മുറുകെ പിടിച്ച വാഗ്ദത്തങ്ങൾ ഇനി ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് വെച്ച് എവിടെയോ നിരാശയോടിരിക്കുന്ന ചില ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി ഇടപെടുന്നു. എവിടെയോ കേട്ട ദൈവ ശബ്ദങ്ങളിലേക്ക് തിരിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ ഈ ദിവസങ്ങളിൽ ആത്മാവ് നിന്റെ മേൽ തുറക്കുന്നെന്ന് പറയാം.
ഉണ്ടോ നിങ്ങൾ? അപ്പോൾ കൃത്യമായി ഇടപെടുന്ന ഒരു ദൈവം. ഒരാളുടെ വിശ്വാസ ജീവിതത്തിന്റെ ജംഗ്ഷനുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. എല്ലാം വെളിപ്പെടുത്തിയെന്ന് വരികയില്ല. ജംഗ്ഷനുകളെ, എനിക്കിപ്പോ ഇവിടുന്ന് കോട്ടയം പോകാൻ എത്രയോ റൂട്ടുണ്ടല്ലേ. എനിക്ക് മല്ലപ്പള്ളിയിൽ കയറിയിട്ട് കോട്ടയം പോകാം, മല്ലപ്പള്ളി കയറാതെ പോകാം, എനിക്ക് നേരെ കുമ്പനാട് ചെന്ന് തിരുവല്ലേ ചെന്ന് കോട്ടയം പോകാം, എനിക്ക് നേരെ കയറി തിരുവല്ല ടച്ച് ചെയ്യാതെ എനിക്ക് ചങ്ങനാശ്ശേരി വഴി കോട്ടയം പോകാം. ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? കാണിക്കും. എന്നാൽ കൃത്യമായ ജംഗ്ഷനുകള് ഒരാളോട് നമ്മോട് പറഞ്ഞാൽ കൃത്യമായി അയാൾ പറഞ്ഞ വഴിയെ നമുക്ക് സെലക്ട് ചെയ്യാൻ. എന്തിനാണ് ദൈവം വാഗ്ദത്തങ്ങളോട് നിങ്ങളോട് ഇടപെടുന്നറിയാമോ? ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അടുത്ത ജംഗ്ഷൻ ഇതാന്ന് പറയാൻ. ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രതികൂലത്തിനിടയിൽ അടുത്തത് നീ ഇവിടെ എത്തുമെന്ന് പറയാൻ. അവിടെ നിൽക്കുമ്പോൾ അടുത്ത പ്രതികൂലങ്ങളുടെ നടുവിൽ ഇല്ല കുഞ്ഞെ, നീ 2 ജംഗ്ഷൻ ക്രോസ് ചെയ്തില്ലേ, 3ാമത്തെ ജംഗ്ഷനിൽ നിന്നെ തമ്പുരാൻ എത്തിക്കുമെന്ന് നിനക്ക് ഉറക്കാൻ. നീ 3 ജംഗ്ഷൻ ക്രോസ് ചെയ്തോ, 4ാമത്തെ പ്രതികൂലത്തെ നടുവിലും 5ാമത്തെ ജംഗ്ഷനിൽ ആ ജംഗ്ഷന്റെ ഇടയിലുള്ള പ്രതികൂലം തമ്പുരാൻ നിന്നോട് ഇടപെട്ടെന്ന് വരുത്തില്ല. ചെറിയ ചെറിയ സ്ഥലങ്ങളെ ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ കാണിച്ചെന്ന് വരുത്തില്ല. പക്ഷേ 3 ജംഗ്ഷൻ ആ റൂട്ട് അനുസരിച്ച് നിനക്ക് കയറിയാൽ ഉറച്ചോ, 4ാമത്തെ ആ ജംഗ്ഷനിലും തമ്പുരാൻ നിന്നെ എത്തിച്ചിരിക്കും. ദൈവത്തിന്റെ ആത്മാവെന്തോ എന്നോട് പറയുന്നു, വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ അസാധാരണമായ ഒരു ധൈര്യം ആത്മാവ് പകരുകയാണ്. ചിലരുടെ അകത്ത് തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നവരുടെ മേൽ അസാധാരണമായ ഒരു ധൈര്യം ആത്മാവ് ഇടുകയാണ്. സ്തോത്രം. ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ശുശ്രൂഷ ഏറ്റെടുക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞൊരു മനുഷ്യനാ മോശ. എന്നേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാൾ, അല്ലെങ്കിൽ എന്നേക്കാൾ ശ്രേഷ്ഠനായ അഹരോൻ, ഞാൻ വിക്കനാണ്, എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് ആവർത്തിച്ച് ദൈവത്തോട് പറഞ്ഞ ഒരു മനുഷ്യൻ. ഒരു ഘട്ടം വന്നപ്പോ ദൈവം പറഞ്ഞു, ഞാൻ ഇനി അവരുടെ കൂടെ നടക്കത്തില്ല പാസ്റ്റർ. സിനായ് മലയിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകകളുമായി താഴ്വാരയിലേക്ക് വരുമ്പോ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ കൽപ്പലകകൾ ഉടച്ചു കളയുന്നതിന് മുമ്പ് യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, ജനം വഷളത്വം പ്രവർത്തിച്ചു, ഞാൻ അവരെ നശിപ്പിക്കാൻ പോകുകയാണ്. നിന്നെ ഞാൻ ഒരു ജാതി ആക്കാം. ശ്രദ്ധിക്കണേ, നിന്നെ ഞാനൊരു ജാതി ആക്കാം. ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ ഒരു ജാതിയാക്കാം, നിന്റെ പേര് വലുതാക്കാം, നിന്നെ ഞാൻ തുടങ്ങാം. എവിടെയോ തമ്പുരാൻ മുമ്പ് പറഞ്ഞ ഒരു വാഗ്ദത്തങ്ങളെയും ദൈവശബ്ദങ്ങളെയും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കയറി ക്ലൈം ചെയ്യുകയാ ദൈവത്തോട്. പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ഭാഗത്ത് നിങ്ങൾ നിൽക്കണം, ആ ഭാഗം ഒന്ന് വായിക്കണം.
പുറപ്പാട് പുസ്തകം 32 അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശെ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. ശ്രദ്ധിച്ചേ, എന്നോ പറഞ്ഞ ഒരു ദൈവ ശബ്ദത്തെ കയറി ക്ലൈം ചെയ്യുന്ന മോശയെ കണ്ടോ? നിനക്ക് നശിപ്പിക്കണോ ദൈവമേ? എന്റെ പദങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് മറവിയുണ്ടായിട്ടല്ല മോശ പറയേണ്ടി വന്നേ. ദൈവം പറഞ്ഞ വാഗ്ദത്ത വാക്കുകളെ തിരിച്ച് ദൈവത്തോട് പറയുകയോ, ദൈവമേ, ഓർക്കുന്നുണ്ടോ നീ പറഞ്ഞേ? ഇവരെ വർദ്ധിപ്പിക്കുമെന്നും ഇവരെ അനുഗ്രഹിക്കുമെന്നും നീ വേറെ ആരെയും കൊണ്ടല്ല, നിന്നെ കൊണ്ടാ നീ സത്യം ചെയ്തേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവത്തിന് മറവിയില്ല. ദൈവം കൃത്യമായി ഓർക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞതിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവത്തോടൊന്ന് പറഞ്ഞ് ക്ലൈം ചെയ്ത് ഈ തലമുറയെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, ഈ ദേശത്തെ ഉണർവിലേക്ക് തള്ളിയിടാൻ, പട്ടണങ്ങളെ വിടുവിച്ചെടുക്കാൻ ദൈവം ചില മോശമാര് ഇതിനകത്ത് അന്വേഷിക്കുന്നെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ ദൈവമേ നീ പറഞ്ഞത്? ഹല്ലേലൂയ. ക്ലൈം ചെയ്യുക. ദൈവത്തോട് കയറി പറയുക, കർത്താവേ, നീ പറഞ്ഞൊരൊറ്റ വാക്കിൻ്റെ പിന്നില ഞാൻ ആ ചുവട് വച്ചേ. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ശുശ്രൂഷകന്മാർ, ദൈവദാസന്മാർ ഇന്നൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഒന്നും കാണാതെ കിടക്കുകയാണോ? എവിടെയോ കേട്ട കണ്ട ദൈവം പറഞ്ഞു എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു ദൈവ ശബ്ദത്തിൽ ചുവട് വെച്ചിട്ട് എവിടെയൊക്കെയോ അടുത്ത ചുവട് വെക്കാൻ പറ്റാതെ കാലുകൾ കുഴിയുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ പറഞ്ഞവനോട് പറ, അങ്ങ് അവിടുന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ ആ ചുവട് വെച്ചത്. ഞാൻ ആരെയും നോക്കിയിട്ടില്ല, ഞാനൊരു മനുഷ്യനെ നോക്കിയിട്ടില്ല. അങ്ങ് പറഞ്ഞ ഒരു വാക്ക്, ദൈവമേ, നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കർത്താവിന്റെ ആത്മാവ് എനിക്ക് പ്രാർത്ഥനാ റൂമിൽ തന്നൊരു ബോധ്യമാണ്. ആ ഒരൊറ്റ പറച്ചിലിൽ ഇറങ്ങി നിന്ന് നിന്നെ കൈപിടിച്ച് ലക്ഷ്യത്തിലേക്കും എന്നോ പറഞ്ഞ ആ ദൈവ ശബ്ദത്തിലേക്കും കൊണ്ടുതിരിക്കാൻ പറഞ്ഞവൻ ഇറങ്ങുന്ന ഒരു സീസൺ. ഉണ്ടോ നിങ്ങൾ? പറഞ്ഞവൻ ഇറങ്ങുന്ന ഒരു സീസൺ. മോശയോട് ഒരു സമയത്ത് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി
എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. ഓക്കെ, മോശേ, ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടെ. എൻ്റെ പേര് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിച്ച് നടന്ന രാവിലെ പറഞ്ഞ എൻ്റെ മകൻ എന്ന് ഞാൻ പരിചയപ്പെടുത്തി ആദാമിനോട് പോലും ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ നടന്ന ഹാനോക്കിനോടും പറഞ്ഞിട്ടില്ല. അബ്രഹാമിനോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുമോ എന്ന് ചോദിച്ചെങ്കിലും ഇത് ഞാൻ പറഞ്ഞില്ല. നിന്നോട് പറയട്ടെ, എൻ്റെ പേര് യഹോവ എന്ന. ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ യഹോവ എന്ന പദം കിടക്കുന്നുണ്ട്, പക്ഷെ അത് മോശ എഴുതിയത് കൊണ്ട് വന്നതാ. മോശയല്ലേ എഴുതിയേ? അപ്പോൾ ആരോടും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് മോശയും ദൈവവും തമ്മിലുള്ള യാത്ര തുടങ്ങിയത്. കൽപ്പനകൾ ഉടച്ചു നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഇനി ഒരു ഈ കൂട്ടത്തോ ഈ പ്രതികൂലത്തിന് നടുവിൽ ഇവരുടെ കൂടെ ഞാൻ നടക്കത്തില്ല എന്ന് ദൈവം പറയുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, മോശേ, വാഗ്ദത്തമല്ലേ വിഷയം, കനാൻ ദേശമല്ലേ വിഷയം, ഞാൻ വരത്തില്ല. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ദൂതനെ അയക്കാം. അവർക്ക് കനാൻ ദേശം മതിയല്ലോ, ഞാനൊരു ദൂതനെ അയക്കാം. മോശയുടെ മറുപടി, ഒരിക്കൽ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്നോട് കൃപയുണ്ടെന്ന്. ക്ലെയിം ചെയ്യുന്ന പിടുത്തം കണ്ടോണേ, പിടിക്കുന്ന രീതി കണ്ടോണേ. ദൈവമേ, ഒരിക്കൽ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന്. അത് സത്യമല്ലേ? ഞാൻ പറയട്ടെ, അത് നീ എന്നോട് പറഞ്ഞത് സത്യമാണെങ്കിൽ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ വരാതെ ഞാൻ മോശയുടെ കഥ പറയുകയല്ല. എവിടെയോ പ്രാർത്ഥനാ റൂമിൽ കേട്ട ഏതെങ്കിലും ഒരു ശബ്ദത്തെ കയറി പിടിച്ച് അടുത്ത ദിവസങ്ങൾ നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് ചോദിച്ചപ്പോ അന്ന് നീ ഇതെന്നോട് പറഞ്ഞെങ്കിൽ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന്, എങ്കിൽ ഞാൻ പറയട്ടെ, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോത്തില്ല. ഒരുമിച്ചുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നീ പണ്ടത്തെ പോലെ 2 കൽപ്പലകളുമായി കയറി വരിക. വീണ്ടും മോശയുടെ ഒരു പിടുത്തം, ദൈവമേ, നിനക്കെന്നോട് കൃപയില്ലേ? ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണാൻ. പിടിച്ച് കയറുന്നുണ്ടോ ഒരു മനുഷ്യൻ? ദൈവം എന്നോ പറഞ്ഞ ഒരു കാര്യത്തെ കയറി ക്ലൈം ചെയ്ത് പോകുന്നുണ്ടോ? എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം, പറ്റൂ? ഞാൻ ആത്മാവിൽ പറയട്ടെ, എവിടെയോ ദൈവം ഇടപെട്ട ഇടപെടലുകൾ കയറി പിടിച്ച് ഈ തലമുറയിൽ ഒരാൾക്ക് പോലും ചെന്നെത്താൻ പറ്റാത്ത ആത്മീയ അനുഭവങ്ങളെ, ദൈവ സാന്നിധ്യത്തെ ഈ തലമുറയിൽ പലർക്കും ഹല്ലേലൂയ വേണ്ടെന്ന് വെച്ചത് ഈ തലമുറയിൽ തമ്പുരാന് നിന്റെ മുമ്പിൽ തുറന്നു തരാൻ പദ്ധതിയുണ്ട്. പക്ഷെ നീ എന്നോ കേട്ട ദൈവ ശബ്ദങ്ങളെ വിശ്വസിക്കുന്നെന്ന് ദൈവത്തിന് അറിയണം. ഉണ്ടോ നിങ്ങൾ? ഉണ്ടോ എന്തെങ്കിലും കയറി പിടിക്കാൻ? ഒരു വാക്തത്വമെങ്കിലും, ഒരു ദൈവ ശബ്ദമെങ്കിലും.
അധരം തുറന്നൊന്ന് പറയാൻ ഞാൻ പിടിച്ചിട്ടുണ്ട്. 2017 നാളുകളിൽ എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. പ്രാർത്ഥനയിൽ ഞാനും കുടുംബവും മാത്രം. കണ്ണു തുറക്കാറില്ല. കണ്ണു തുറന്നാൽ ഭയം വരും. സുഭാഷ് പാസ്റ്ററെ, മസ്കറ്റിൽ എക്സ്പ്രസ് ഹൈവേയിൽ കോറമെത്തുന്നതിന് മുമ്പ് പാലസ് ഓഫീസുണ്ട്. പാലസ് ഓഫീസിൻ്റെ മുമ്പിൽ സിഗ്നലിൽ റെഡ് കിടക്കുന്നുണ്ട്. ഓറഞ്ച് കത്തി ഗ്രീൻ ആകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. കർത്താവേ, എനിക്കറിയത്തില്ല പാസ്റ്ററെ, അടുത്ത ദിവസങ്ങൾ എന്താകുമെന്ന് അറിയത്തില്ല, എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമെന്നറിയത്തില്ല. കണ്ണടച്ച് ഈ 30 സെക്കൻഡും കണ്ണടച്ചിരിക്കുകയാണ്. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. ഞാനൊരകത്തൊരു ശബ്ദം കേട്ടു, എന്തിനാടാ നീ എന്നെ അവിശ്വസിക്കുന്നേ? നീ എന്തിനെന്നെ അവിശ്വസിക്കണം? അന്നെനിക്കൊരു കാര്യം മനസ്സിലായി. ചിലത് മറന്നുപോയാലും ഇറങ്ങി വന്ന് ഓർമ്മിപ്പിക്കുന്നത് വേദപുസ്തകത്തിൽ പൗലോസിന് മാത്രം അവകാശപ്പെട്ടതല്ല, അവനെ വിശ്വസിക്കുന്ന സകലർക്കും അവകാശപ്പെട്ടതാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ദൈവിക ഇടപെടലുകൾ ഇന്ന് രാത്രിയിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രി, അടുത്ത ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമെന്ന് പറഞ്ഞാൽ ഞാൻ വാഗ്ദത്തങ്ങളെ പറഞ്ഞ് കൈയടിപ്പിക്കാൻ വന്ന ആളല്ല. പക്ഷേ എനിക്കിതൊന്ന് നിങ്ങളോട് പറയണമെന്നൊരു നിർബന്ധം കിടക്കുന്നു. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എവിടെയൊക്കെ ചില കുടുംബങ്ങൾ എവിടെയൊക്കെയോ ചിലതിൽ കയറി പിടിച്ച് തിരിയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ പരിശുദ്ധാത്മാവിൽ നിയോഗത്തിൽ ചിലർ കീറിക്കളയുന്നു. ഒരിക്കലും കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നോട് പറഞ്ഞതാ പാസ്റ്റർ, ശുശ്രൂഷ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ, നാളെ എന്താകുമെന്ന് അറിയത്തില്ല, അദ്ദേഹം എഴുന്നേറ്റു റൂമിൽ നിന്ന്. മാസങ്ങളായി റൂമിനകത്തിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ കേട്ട വാഗ്ദത്തങ്ങൾ നീ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഇതകത്ത് കയറിയപ്പോൾ അകത്തിൻ്റെ അകം കത്തി. ഷീലാൻറ്റി, ഈ മനുഷ്യൻ എഴുന്നേറ്റു. എവിടെയോ അന്ന് ശുശ്രൂഷിച്ച, വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ സുരേഷ് ബാബു ഒരു ഓഡിറ്റോറിയം, ഒരു പബ്ലിക് ഗ്രൗണ്ടിൽ അദ്ദേഹം ചെന്നപ്പോൾ ആ പബ്ലിക് ഗ്രൗണ്ട് കാട് പിടിച്ച് കിടക്കുകയാ. ഒരു രാത്രി 12 മണിയായി, ഒരു മനുഷ്യനും കയറത്തില്ല. ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഞാൻ അവിടെ അന്ന് നിൽക്കുമ്പോഴാ ഈ ദൈവ മനുഷ്യനോട് ദൂത് പറഞ്ഞത്. ഈ മനുഷ്യൻ ആ സ്ഥലത്ത് പോയിട്ട് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ വെച്ച നീ എന്നോട് സംസാരിച്ചത്, ഇവിടെ വെച്ച നീ എന്നോട് സംസാരിച്ചത്, എവിടെയാ നീ? ഇറങ്ങന്നെ, എന്നെ ഇരുന്ന് പൊക്ക. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇന്നകത്ത് കയറി ക്ലൈം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയോ നീ കേട്ട ദൈവ ശബ്ദത്തെ കയറി ക്ലൈം ചെയ്യാൻ ആരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കൊണ്ട് നിന്റെ സാഹചര്യങ്ങളെ തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ. നീ ആ ചുവട് വെക്കുമ്പോ ചലിക്കുന്ന സ്വർഗമുണ്ട്. ദൈവദാസ, സ്വർഗം പറയും, ഇപ്പോഴും നീ അത് വിശ്വസിക്കുന്നുണ്ടോ? 5 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞ നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതിനെ പിടിച്ചാണോ നീ ഇന്ന് കിടക്കാൻ പോകുന്നത്? ചിലർ കേട്ടോണ്ടിരിക്കുക,
ചിലർ ഇതിനകത്ത് ക്ലൈം ചെയ്യുക. എനിക്കറിയാം ചിലർ ഇത് കേട്ടോണ്ടിരിക്കുക, ചിലർ ഇതിനകത്ത് കയറി ക്ലൈം ചെയ്യുക. നാളുകൾ എന്താകുമെന്നറിയാതെ റെജി പാസ്റ്റർ എവിടെയെങ്കിലും സാഹചര്യത്തിലാകുന്നെങ്കിൽ എന്നോ കേട്ട ഒരു ദൈവശബ്ദം, അത് കേട്ടപ്പോൾ ഇരുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് നീ ഇവിടെ വെച്ചാ എന്നോട് പറഞ്ഞതെന്ന് അപ്പായെ നീ അത് ഓർക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നത് അധരം തുറന്നൊന്ന് വിളിച്ചു പറയാൻ ഇന്ന് രാത്രി പറ്റുമോ? വിശ്വസിക്കുന്നത് അധരം തുറന്ന് ഒന്ന് വിളിച്ചു പറയാൻ ഇന്ന് രാത്രിയിൽ പറ്റുമോ? വിശ്വസിക്കുന്നത് അധരം തുറന്നൊന്ന് വിളിച്ചു പറയാൻ ഇന്ന് രാത്രിയിൽ പറ്റുമോ? എങ്ങനെയാ രക്ഷിക്കപ്പെട്ടെ? എന്തോ വിശ്വസിച്ചു നീ അധരം തുറന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ് കൊണ്ട് സകല ഭൂത പ്രേത പിശാചുക്കളും നിന്നെ പുറത്തു വിടത്തില്ല എന്ന് വാദിച്ചു നിൽക്കുമ്പോ നീ വിശ്വസിച്ചത് അധരം തുറന്ന് വിളിച്ചു പറഞ്ഞപ്പോ കൈവിട്ട് മാറി നിന്നെങ്കിൽ ഈ അന്തരീക്ഷം തിരികെപ്പോ എനിക്കറിയാം, ഇതിനകത്ത് ബോധ്യമുണ്ട്. രക്ഷിക്കപ്പെടുക എന്നാണ് പെടാൻ വേണ്ടി ഒരു പ്രവാചകനെ ദൈവം നിയോഗിച്ചില്ല, ഒരു പാസ്റ്ററേമല്ല നിയോഗിച്ച്. നിന്റെ അധരം, നിന്റെ ഹൃദയം, ദൈവം പറഞ്ഞത് നീ അങ്ങ് വിശ്വസിച്ചു, ദൈവം ചെയ്തത് നീ അങ്ങ് വിശ്വസിച്ചു, അത് നീ അധരം കൊണ്ട് വിളിച്ചു പറഞ്ഞു. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്ന നിത്യത അവകാശമാക്കാൻ ദൈവം ഉപയോഗിച്ചത് നിന്റെ അധരത്തെയാണെങ്കിൽ ഉണ്ടോ? നിങ്ങൾ അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും നിൽക്കുന്ന ഒരു പൈശാചിക തലത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ സ്വർഗത്തിൽ കയറ്റാൻ ദൈവം ഉപയോഗിച്ചത് നിന്റെ ഹൃദയവും അത് വിശ്വസിച്ച് നീ പറഞ്ഞ ഒരൊറ്റ വാക്കുമാണെങ്കിൽ, എവിടെയോ തമ്പുരാൻ നിന്നെ നോക്കി പറഞ്ഞ ഒരു വാഗ്ദത്തത്തെ ഇന്ന് പകലിൽ വിശ്വസിച്ചുകൊണ്ട് ഉരുവിട്ടാൽ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇന്ന് രാത്രിയിൽ തെളിയിക്കുക. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ദൈവദാസ, കർത്താവിൽ നിത്യത്തിൽ വിശ്രമിക്കുന്ന ആശാര്യോപദേശി, അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ എഴുതിയൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന്. അദ്ദേഹം വലിയ പ്രതിസന്ധിയിൽ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ഡോക്ടർമാർ പറയും മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുമായിരുന്നെന്ന്, മോനെ രാജാ, നീ ആ വെച്ചിരിക്കുന്ന പുസ്തകം എടുത്തോണ്ട് വാടാന്ന്, എന്നിട്ട് നീ ഉറക്ക വായിക്കണമെന്ന് പറയുമെന്ന്. ഓക്കെ, വായിക്കണം മോനെ എന്ന് പറയും. ഒന്നാമത്തത് നടന്നു, രണ്ടാമത്തത് നടന്നു, മൂന്നാമത്തത് നടന്നില്ല. ഡോക്ടറോട് പറ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. ഡോക്ടറോട് പറ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. ക്ലൈം ചെയ്യാൻ പറ്റും. ക്ലൈം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതുകൊണ്ടാ വേദപുസ്തകം പറഞ്ഞേ, മരണവും ജീവനും
നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ ഇന്ന് രാത്രിയിലും എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തെ തിരിക്കാൻ നിന്റെ നാവിൽ നീ കേട്ട ഒരു ദൈവ ശബ്ദത്തെ ഒന്ന് ഉരുവിടാനാണ് പരിശുദ്ധാത്മ പറയുന്നത്. ഇതിന്റെ അകത്ത് ചില കുടുംബങ്ങളെ തിരിക്കാൻ നാളുകളായി നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഈ കൈയടിക്കുന്നതിനിടയിൽ ഞാൻ കാണുന്ന ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എവിടെയൊക്കെയോ തമ്പുരാൻ ഇറങ്ങി നടക്കുകയാണ്. ചിലരുടെ വിശ്വാസത്തെ അവൻ നോക്കുകയാണ്. ചിലരുടെ ആധാരങ്ങളെ ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന സ്വർഗമുണ്ടെന്ന് പറയാൻ. ഉണ്ടോ നിങ്ങൾ? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതൽ ചെയ്യാൻ നീ ഒന്ന് ക്ലൈം ചെയ്തതാ. അതുകൊണ്ടാ തിരിഞ്ഞ് അതിൻ്റെ താഴെയുള്ളൂ ബാക്കി സകല വാഗ്ദത്തങ്ങളും. ഏറ്റവും വലിയ വാഗ്ദത്തമായ നിത്യതയെ എന്നെ കേറ്റാൻ തമ്പുരാൻ ചെയ്തത് ഇതാണെങ്കിൽ പാസ്റ്റർമാർ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാനെതിരല്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവ് തരുന്നൊരു ബോധ്യമുണ്ട്. നിന്റെ ആദരത്തിൽ നിൻ പറയുന്ന ഒരു വാക്കിൽ നിന്റെ ജീവിതത്തെ തിരിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കുന്നുണ്ട് പാസ്റ്റർ. ഒരാളുടെയും കൈവപ്പില്ലാതെ ഇന്ന് ചിലതിനെ ചിലർ ക്ലെയിം ചെയ്യാൻ പോകുകയോ, ഇന്ന് ഈ അന്തരീക്ഷത്തിൽ ചിലതിനെ കയറി പിടിക്കാൻ പോകുകയോ, പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ് അവിടെ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വേറെ ആരും പറയല്ല, നിങ്ങൾ പറയുക. ഇന്ന് രാത്രിയിൽ നിന്റെ നാവിൽ നീ ക്ലെയിം ചെയ്യുമെന്ന്. ഞാൻ അതാ വിശ്വസിക്കുന്ന തമ്പുരാനെ. നീ അന്ന് പറഞ്ഞതാ ഞാൻ വിശ്വസിക്കുന്നത്. 2000 വർഷം മുമ്പ് നീ കാൽവറി ചെയ്തത് ഞാൻ എനിക്ക് വേണ്ടി ക്ലെയിം ചെയ്യുകയോ, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയോ, വായ് കൊണ്ട് ഏറ്റുപറയുകയോ. നരകത്തിന് യോഗ്യനായി കിടന്ന എന്നെ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലേക്ക് പറിച്ചിട്ടത് ആ ഒരൊറ്റ ക്ലെയിം. അത് നമ്മൾ വിശ്വസിക്കും. ബാക്കിയുള്ളത് നമുക്ക് വിശ്വസിക്കാൻ ഞാൻ പറയും. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ചകൾ ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വെട്ടുകയാണ്. എവിടേക്കോ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെ ദൈവത്തിൻ്റെ ദൂതന്മാർ, അസൈൻ ചെയ്ത ദൂതന്മാർ ഈ രാത്രിയിൽ ഇതിനകത്ത് ചാർജ് ആക്കുകയാണ്. ചിലതിനെ പറയാൻ പറ്റുമോ? പറ്റുമോ? സ്തോത്രം, സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ, പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എന്നോട് പറഞ്ഞതാ. സരി പാസ്റ്ററെ, അദ്ദേഹം ബാംഗ്ലൂരിലാണ് ജനിച്ചു വളർന്നത്. 9 വയസ്സുള്ളവനായി അമ്മയും ഈ ദൈവദാസനും കൂടി വിശ്വാസത്തിൽ വരുമ്പോൾ ഇത്രയും പൊക്കമുണ്ട്. ഒരു ബാഗ് എടുത്ത് തോളയിലിടാൻ ആരോഗ്യമില്ല. എൻ്റെ വീട്ടിൽ വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രതികൂലമാണ്. എൻ്റെ സഹോദരന്മാർ എന്നെ ഉപദ്രവിക്കും. ഒരു പൈശാചികം മുഴുബലത്തോടെ നിൽക്കുന്ന ഒരു ഭവനം. പക്ഷേ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാ, ചുവട് വെച്ചതാ. എൻ്റെ കുഞ്ഞുപ്രായത്തിലെ ശുശ്രൂഷകനായത്. ഇത് 3rd ഹല്ലേലൂയ ഹാൻഡ് റിപ്പോർട്ടല്ല, ആ ദൈവദാസൻ എന്നോട് പറഞ്ഞതാ. ഒരിക്കൽ രാവിലെ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ
കുഞ്ഞു മനസ്സിലന്ന് തോന്നിയ എന്തോ ഒരു പ്രേരണയിൽ ദൈവദാസൻ പറഞ്ഞു, തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഹേ പിശാചേ, നിനക്ക് ഇവിടം വരെ വരാം, ഇതിനപ്പുറം കയറണമെങ്കിൽ നീ എന്നോട് ചോദിക്കണം. 9 വയസ്സുകാരൻ വിശ്വാസത്തിന് വേണ്ടി പറയുക. ഞാൻ പറഞ്ഞു പോയി പാസ്റ്ററെ, മാസം 3-4 കഴിഞ്ഞു. ഞാനായിരിക്കുന്ന ബാംഗ്ലൂർ ബെഥേലേജ് ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന വന്നു. ഹല്ലേലൂയ. ഞാനിതാരോടും പറഞ്ഞില്ല. പക്ഷെ കേരളത്തിൽ വന്നൊരു ശക്തനായ പ്രവാചകൻ എൻ്റെ അപ്പൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞു, നിന്റെ കുടുംബത്തെ തകർക്കാൻ പിശാചിന് പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ നിന്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. ഉണ്ടോ? ഞാൻ നിങ്ങളെ ഇതിളക്കാൻ പറഞ്ഞതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നിസ്സഹായതയിൽ, എൻ്റെ വിശ്വാസത്തിൽ ഞാനൊന്ന് ക്ലൈം ചെയ്തതാ, പക്ഷെ സ്വർഗം അത് സ്റ്റാമ്പ് വെക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടുമെന്ന് പറഞ്ഞത് പിന്നെ എന്തുവാ? നിങ്ങൾ അഴിച്ചാൽ അഴിയപ്പെടുമെന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ചിലർ കേട്ടോണ്ട് നിൽക്കുകയോ, ചിലർ ബൗണ്ടറി ഇടുകയോ, ചിലർ കേട്ടോണ്ട് നിൽക്കുകയോ, ചിലർ ക്ലൈം ചെയ്യുകയോ, ചിലർ കേട്ടോണ്ട് നിൽക്കുകയോ, ചിലർ ഹാലിൽ ദൈവത്തോട് പറയുകയോ. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ദൈവദാസന്മാരെ, സഭയുടെ വിശ്വാസ കുടുംബങ്ങൾക്കെതിരെ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഒരാതിരിട്ട് സഭയെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയോഗത്തോടെ ആ അഭിഷിക്തൻ വരയ്ക്കുന്ന വരയ്ക്കിപ്പുറം ചലിക്കണമെങ്കിൽ അവൻ നമ്മോട് ചോദിക്കണം. നമ്മളിടുന്ന അധികാര പരിധി എന്ന് പറയുന്നത് നമ്മൾ ഇടുന്നേ ഉള്ളൂ. ഇറങ്ങി നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്വർഗമാണ്. ഉണ്ടോ നിങ്ങൾ? എനിക്കറിയത്തില്ല, ഇതിനകത്ത് ചിലരുടെ അകത്ത് കത്തുകയാണ്. ചിലരകത്ത് ഇത് ഈ പറയുന്നത് ആറ്റം ബോംബ് പൊട്ടുന്നത് പോലെ, ചിലരുടെ അകത്ത് സ്ഫോടനങ്ങൾ നടക്കുന്നത് പോലെ. ഞാൻ ആ പദങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എവിടെയൊക്കെയോ വചനം നിന്റെ അകത്തുനിന്ന് കത്തുകയാണ്. നാളിതുവരെ നിന്നെ തകർക്കാൻ നിന്ന, നാളിതുവരെ നിന്നെ മുടിക്കാൻ നിന്ന, നീ അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ലെന്ന് പറഞ്ഞ പൈശാചിക മുഖങ്ങളെ അതിരിട്ട് മാറ്റി നിർത്തുന്ന, ദൈവത്തിന്റെ എരിവോടെ എരികുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? ഹേ ഈ ദൂതുകൾ തിരിയുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. എവിടേക്കോ ദൂതുകൾ തിരിയുന്നുണ്ട് ഇതിനകത്ത്, എവിടേക്കോ ദൂതുകൾ തിരിയുന്നുണ്ട്. ചില കുടുംബങ്ങൾക്ക് നേരെ ഈ ദൂതുകൾ ഇറങ്ങി വരുന്നുണ്ട്. ചില കുടുംബങ്ങളെ ഈ ദൂതുകൾ ഫോക്കസ് ചെയ്യുന്നു. ഞാൻ പറയും, നിന്നെ തിരിക്കാൻ പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നതാണ് ഇന്ന് രാത്രി. രാവിലെ പറഞ്ഞതുപോലെ ചിലർക്കിത് പോഷത്വമാണ്, ചിലർക്കിത് ദൈവശക്തിയാണ്, ചിലർക്കിത് പോഷത്വമാണ്, എന്നാൽ ചിലർക്കിത് ദൈവശക്തിയാണ്. ഉണ്ടോ നിങ്ങൾ? ഉണ്ടോ ഒരെണ്ണത്തെങ്കിൽ കയറി പിടിക്കാൻ? ഒരു ദൈവ ശബ്ദമെങ്കിലും കയറി ക്ലൈം ചെയ്യാൻ?
തലമുറയ്ക്ക് വേണ്ടി കയറി ഒന്ന് പിടിക്കാൻ. നീ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ കർത്താവേ? ഞാൻ ആ ഒറ്റ വാക്കിൽ വിശ്വസിച്ചാണ് അവളെ ഞാൻ പഠിക്കാൻ വിടുന്നത്. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഒരൊറ്റ വാക്കിൽ വിശ്വസിച്ചിട്ടാണ് അപ്പായെ ഞാൻ അവളെ താണ്ടെ അങ്ങോട്ട് വിടുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു ബോധ്യം തരുന്നു പാസ്റ്ററെ. ഭാര്യമാർക്ക് വേണ്ടി ഭർത്താവ് കയറി ക്ലൈം ചെയ്യാൻ, ഭർത്താവിന് വേണ്ടി ഭാര്യ കയറി ക്ലൈം ചെയ്യാൻ. ഞങ്ങൾ രണ്ടല്ലല്ലോ അപ്പായെ, ഞങ്ങൾ ഒന്നല്ലേ? കുടുംബജീവിതത്തിന്റെ ദീർഘായുസ് എൻ്റെ അവകാശമല്ലേ? ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണെന്ന് നീയല്ലേ പറഞ്ഞേ? തുടരുത് എൻ്റെ ഭർത്താവിനെ, രോഗം തുടരുത്. എൻ്റെ ഭാര്യയുടെ മേൽ കിടക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് തുടരുത്. കേറി ക്ലൈം ചെയ്യാൻ ഇന്നൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ, കേറി ക്ലൈം ചെയ്യാൻ ഇന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ, ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ നിന്റെ കാൽ കീഴാകുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഉണ്ടോ? കർത്താവിന്റെ മേശ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നൊരു വാക്കില്ലേ? അങ്ങനെ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ ആരോട് പ്രസ്താവിക്കുന്നു? ഒന്ന്, നാം നമ്മളോട് പ്രസ്താവിക്കുന്നു. രണ്ട്, നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയോട്, നിന്നെ മുമ്പോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ പിശാചിനോട് പറയുന്നു, കാൽവറിയിൽ തമ്പുരാൻ മരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് പ്രസ്താവിക്കുന്നത് അറിയാമോ നിനക്ക്? കാൽവറി മരണത്തെ നിനക്കൊന്ന് ക്ലൈം ചെയ്താൽ മുട്ടുമടക്കാത്തതൊന്നും ഇന്നുവരെ നീ അനുഭവിച്ചിട്ടില്ല, ഇനിയിട്ട് അനുഭവിക്കത്തുമില്ല. കാൽവറിയുടെ മരണത്തിന്റെ മുമ്പിൽ ആ നീകാരി ക്ലൈം ചെയ്ത് അപ്പായ എന്ന് വിളിച്ചാൽ മുട്ടുമടക്കാത്തതൊന്നും നീ അനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കത്തുമില്ല. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാമോ? എനിക്കറിയാം ഇന്ന് രാത്രി എവിടെയോ പരിശുദ്ധാത്മാവ് അകത്തെ ചലിപ്പിക്കുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രി. നിങ്ങൾക്ക് വേണമെങ്കിൽ മൗനമായി നോക്കിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ കർത്താവിനോട് പറയാം, നീ എന്നോട് പറഞ്ഞു. ആ പറച്ചിലിന് എവിടെയൊക്കെയോ ഈ ലോകത്തിലെ വമ്പൻ പാസ്റ്റർമാർ, ഞാൻ തെറ്റിദ്ധരിക്കരുത് ആ പദം, ശക്തരായ ദൈവദാസന്മാരുടെ കൈവപ്പിനേക്കാൾ അതിഭയങ്കരമായ വിടുതലുകൾ നിന്റെ മേൽ കൊണ്ടുവരാൻ ഇന്ന് രാത്രിയിൽ പറ്റും. നിങ്ങൾ കേട്ട ദൈവശബ്ദം നിങ്ങളാകട്ടെ, നിങ്ങൾ കേട്ട ഇനി ഒന്നും ക്ലൈം ചെയ്യാനില്ല പാസ്റ്ററെ. എനിക്കൊരു വാഗ്ദത്തങ്ങളും ഓർമ്മയില്ല.
വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നിനക്കൊന്ന് ക്ലൈം ചെയ്യാമോ? എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നിനക്കൊന്ന് വിളിച്ചു പറയാമോ? വാഗ്ദത്തങ്ങൾ ഓർമ്മയില്ല പാസ്റ്ററെ, ഞാൻ ഒരു വാഗ്ദത്തവും ഇതുവരെ കേട്ടിട്ടില്ല. വേണ്ട, പോട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കീറി ഒന്ന് പിടിക്കാൻ പറ്റുമോ ഇന്ന്? കർത്താവേ, നീ കരുണയുള്ളവനല്ലേ? നീ മഹാദയുള്ളവനല്ലേ? യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഞങ്ങൾ വായിച്ചിട്ടില്ലേ? അതിലൊന്ന് കയറി പിടിക്കാൻ പറ്റുമോ? തലമുറയിൽ ഇല്ലാതെ ഭാരപ്പെടുകയാണോ? രോഗമാണോ നിന്നെ അലട്ടുന്നത്? അവൻ്റെ അടുപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്ന് ഇതിനകത്തൊരു വാക്കില്ലേ? ഞാൻ അതിനെ കയറി ഒന്ന് ഇതിനകത്ത് ചിലതിനെ കയറി പിടിക്കുന്ന കാര്യമാണ് ഞാൻ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കടഭാരം നിന്നെ മുക്കുമെന്നാണോ പറയുന്നത്? കയറി പിടിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്നൊരു വാക്യം ഇതിലില്ലേ അപ്പായെ? ഞാൻ അതിനെ കയറി പിടിക്കട്ടെ. ഒരമ്മച്ചി സാക്ഷ്യം കേട്ടതാ. 83 82 വയസ്സുണ്ട്. ഒരു ദേവദാസനോട് പറഞ്ഞതാ, ചെറുപ്പത്തിൽ ക്യാൻസർ വന്നപ്പോൾ അത് പറഞ്ഞ സങ്കീർത്തനത്തിലൊരു വാക്യം എനിക്ക് വായിക്കാൻ അറിയത്തില്ല. സഭയിൽ പാസ്റ്റർ എന്ന് പോയി പ്രസംഗിച്ചു, ധൂളി നിന്നെ സ്തുതിക്കുമോ? എനിക്ക് അത്രയും മനസ്സിലായുള്ളൂ. ഞാൻ ക്ലൈം ചെയ്ത് ഞാൻ മരിച്ച് ഞാൻ പൊടിയായ എനിക്ക് നിന്നെ സ്തുതിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിന്റെ ആധാരം തുറന്നു ഒന്നും അറിയത്തില്ല പാസ്റ്ററെ. എവിടെയോ ചെവിയിൽ കേട്ട ഒരൊറ്റ വാക്യത്തെ പറഞ്ഞിങ്ങനെയാ, ആ ഒരു വാക്യത്തിന്റെ സങ്കീർത്തനം ഒരു വാക്യത്തിന്റെ മൂല കിട്ടി. വിശ്വാസത്താലെ ഒരു പിടുത്തം പിടിച്ചാൽ ഇന്ന് രാത്രിയിൽ എവിടെയൊക്കെയോ നിന്റെ ചരിത്രങ്ങളെ തമ്പുരാൻ തിരിച്ചു കളയും. ഇന്ന് രാത്രിയിൽ ഇന്ന് നിന്റെ ചരിത്രങ്ങളെ തമ്പുരാൻ തിരിച്ചു കളയും. മൗനമായി നിൽക്കരുത്. ഈ അന്തരീക്ഷത്തിൽ മൗനമായി നിൽക്കരുത്. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ മൗനമായി നിൽക്കരുത്. നിങ്ങൾ എൻ്റെ മീറ്റിങ്ങിന്റെ കൊഴുപ്പിന് വേണ്ടി കൈയടിക്കണ്ട. പക്ഷെ എവിടെയൊക്കെയോ ആത്മാവ് നിങ്ങളെ തൊടുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവ് ചിലത് പറയാൻ പ്രേരിപ്പിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങി നിൽക്കരുത്. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, തൻ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, തൻ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ,
ആടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. ആടിപ്പിണരാൽ അവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണൂരിരവൻ തുടയ്ക്കും. ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണൂരിരവൻ തുടയ്ക്കും. കർത്താവിൻ്റെ ആത്മാവിനെങ്കിൽ ഒരു ബോധ്യം തരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഭയപ്പെടുത്തുന്നവർ ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഒരു വാഗ്ദത്തമെങ്കിലും കയറി പിടിക്കാനുണ്ടെങ്കിൽ വെറുതെ എന്നെ കൊണ്ട് കർത്താവ് ഇത് പ്രസംഗിപ്പിക്കത്തില്ല. എൻ്റെ കയ്യിൽ പ്രസംഗമില്ലാത്തോണ്ടല്ല, ഞാൻ നിങ്ങളെ വാഗ്ദത്തം പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ വന്നതല്ല. എവിടെയൊക്കെയോ നിങ്ങൾക്ക് തിരിയാനുള്ള ദൈവശബ്ദത്തെ ഓർമ്മിപ്പിക്കാൻ വന്നതാണ് ഇന്ന് രാത്രിയിൽ. ഇതിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നല്ലോ കർത്താവ്, ഇതിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നല്ലോ, ഇതിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നല്ലോ, ഇതിനകത്ത് വിടുതലുകൾ സംഭവിക്കുന്നുണ്ടല്ലോ. നിന്റെ ജീവിതത്തെ തിരിക്കാൻ ഇന്നൊരു പ്രവാചകൻ വിടില്ല, ഇന്ന് നിന്നെ തൊട്ട് പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്റർ വിടില്ല. പക്ഷെ എവിടെയൊക്കെയോ അതിനേക്കാൾ വലിയ തിരിവുകള് നിന്നോട് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ട് ഇന്നത് തിരിച്ചു പറയിക്കുന്ന സമയമാണ്. പറയാൻ പറ്റുമോ? കർത്താവേ, നീ എന്നോട് അന്ന് പറഞ്ഞ, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന പറഞ്ഞ കാര്യങ്ങൾ കർത്താവേ ഓർക്കുന്നുണ്ടോ? നീ ആ ഒരൊറ്റ വാക്കിൽ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നേ. അത് നിന്റെ സാമ്പത്തിക വിഷയമായിക്കോട്ടെ, അത് നിന്റെ കുടുംബജീവിതത്തിന്റെ വിഷയമായിക്കോട്ടെ, അത് നിന്റെ ഭാവി ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ശുശ്രൂഷയായിക്കോട്ടെ, ഏത് മേഖലയായാലും ഇന്നുവരെ തുറക്കാത്ത തുറന്നു തരാൻ നിന്റെ യാതനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. ശുശ്രൂഷ ജീവിതത്തിന്റെ ഒരു ഘട്ടം വന്നപ്പോ പാസ്റ്ററെ 9 ബാധകൾ കഴിഞ്ഞു. 10ാമത്തെ ബാധ പെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ മോശ ഫറവോന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഫറവോൻ പറഞ്ഞു, ഇനി എൻ്റെ അടുത്ത് പോക, ഇനി എൻ്റെ മുഖം കണ്ടാൽ നിന്നെ ഞാൻ കൊല്ലും. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ പുറപ്പാട് പുസ്തകം 10-ന്റെ അവസാന പറഞ്ഞേ, വായിക്കണ്ട, ഇങ്ങനെ തന്നെയാ പറഞ്ഞേക്കുന്നത്. എന്റെ അടുക്കൽ നിന്ന് പോക, ഇനി എന്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക, എന്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും. പുറപ്പെട്ടില്ല. 9 ബാധ കഴിഞ്ഞു. 100 കണക്കിന് ചോദ്യങ്ങൾ അന്ന് രാത്രിയിൽ മോശയ്ക്ക് ദൈവത്തോട് ചോദിക്കാനുണ്ട്. ഇതിനാണോ നീ എന്നെ കൊണ്ടുവന്നേ?
ഇത് കേൾക്കാനാണോ നീ എന്നെ കൊണ്ടുവന്നേ? വരുത്തില്ല. ശുശ്രൂഷ ഏറ്റെടുക്കത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ കണ്ടാ കൊല്ലുമെന്നാ പറഞ്ഞേ. ഒരു 40 വർഷം മുമ്പ് ഇതുപോലൊരു വെല്ലുവിളിയുടെ മുമ്പിലല്ലേ ഞാൻ ഓടി മരുഭൂമി പോയി. ഒരു 40 വർഷം തകർന്നു പോയത് ഒരിക്കൽ ഫറവോനെ ഭയന്നിട്ടല്ലേ. ഇപ്പോൾ അതേ വെല്ലുവിളിയുടെ മുമ്പിലാ ഞാൻ നിൽക്കുന്നേ. എന്താ ചെയ്യണ്ടേ? തമ്പുരാൻ പറഞ്ഞു, മോശേ അങ്ങനെ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഞാൻ ഇറങ്ങാം. ഇന്ന് രാത്രിയിൽ ഞാൻ ഇറങ്ങും. ഞാൻ മിസ്രൈമിൽ കൂടി നടക്കും. നിന്റെ മുഖം കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. ഈ വാക്യം കേട്ടപ്പോ, ഈ ശബ്ദം കേട്ടപ്പോ ഭയന്ന മോശ ഫറവോന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഫറവോനെ, ഇനി ഞാൻ നിന്റെ മുമ്പിൽ വരുത്തില്ലടാ. നീ എൻ്റെ അടുത്ത് വരും, നീ വന്ന് എന്നെ നമസ്കരിക്കും. വായിച്ചിട്ടുണ്ടോ സുഭാഷ് പാസ്റ്ററെ? ഞാൻ വരത്തില്ല. എന്റെ മുഖം കാണണ്ടല്ലേ? ദൈവം പറഞ്ഞു ഞാൻ ഇറങ്ങും, ഞാൻ വരത്തില്ല. ഫറവോനെ, നീ എൻ്റെ അടുത്ത് വരും, നീ എന്നെ നമസ്കരിക്കും, എന്നിട്ട് എന്നെ തൊഴുതിട്ട് പറയും നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞു ഉഗ്രകോപത്തോടെ മോശ പുറപ്പെട്ടു പോയി. എവിടെയൊക്കെയോ ചില ക്ലൈമുകളുടെ മുമ്പിൽ നിന്റെ സാഹചര്യങ്ങൾ കീഴ്മേൽ തമ്പുരാൻ മറിക്കാൻ പോകുന്നെന്ന് പറയാൻ, എവിടെയൊക്കെയോ നീ പറയുന്ന ചില വാക്കുകളുടെ മുമ്പിൽ നിന്റെ സാഹചര്യങ്ങള് ഇന്ന് രാത്രി കൊണ്ട് പരിശുദ്ധാത്മാവ്, ഇതൊരു പ്രവചന ശബ്ദമാണ് പാസ്റ്റർ, ഇതൊരു പ്രവചന ദൂതാണ്. നിന്റെ ദൈവത്തെ ഇറക്കാനുള്ള നിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദം, നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത, നിന്നെ വിളിച്ച ദൈവത്തെ ഇറക്കുന്ന ഒരു വാക്ക്. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സീസൺ. നിങ്ങൾക്കത് മനസ്സിലായില്ല. പറഞ്ഞതും കാത്ത് കുറെ നാള് നമ്മൾ ഇരുന്നു, നടന്നില്ല. നിന്റെ ചില ചോദ്യത്തിന് മുമ്പ് പറഞ്ഞവൻ പറയുന്നു, ഇനി നീ പ്രാർത്ഥിക്കണ്ട, ഹല്ലേലൂയ, നീ കരയണ്ട, ഞാൻ ഇറങ്ങാൻ പോകുക. ഞാനല്ലേ നിന്നെ നോക്കി പറഞ്ഞത്, ഞാനല്ലേ നിന്നെ വിളിച്ചത്, ഇനി ഞാൻ ഇറങ്ങും. ഈ അന്തരീക്ഷം തിരിയുകയാണ്. എന്റെ ദൈവദാസ, നിന്നെ ഫറവോൻ വെല്ലുവിളിച്ചോളാം. നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ മുഖം കണ്ട അവൻ നിന്നെ കൊല്ലുമെന്ന്. വിളിച്ചത് ഞാനാണോ? നിന്നെ വിളിച്ചത് ഞാനോ? നിന്നെ മുൾച്ചെടിയിൽ വെച്ച് ഇടപെട്ടത് ഞാനാ നിന്നെ വളർത്തിയത്. എല്ലാവരും നഷ്ടപ്പെട്ടപ്പോ ഒരു കൊട്ടക്കത്തിട്ട് ഞാൻ അങ്ങനെ തൊട്ടിലിട്ട് വളർത്തിയത് ഞാനാണെങ്കിൽ, കൊട്ടാരത്തിൽ വളർത്തിയത് ഞാനാണെങ്കിൽ, നീ അവന്റെ വാലിൽ തീരേണ്ടവനല്ല.
വെല്ലുവിളികളുടെ മുമ്പിൽ, ചില വെല്ലുവിളികളുടെ മുമ്പിൽ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന നിന്റെ മുമ്പിൽ തമ്പുരാൻ ഇറങ്ങുന്ന ഒരു സീസൺ. കുറെയൊക്കെ ഞാൻ ദൈവം എൻ്റെ ഭാഷയെ പറവാനെ കുറെയൊക്കെ ഞാൻ അങ്ങ് നോക്കി. പക്ഷേ ഇനി നിന്റെ മുമ്പിൽ ഇട്ടു തരാൻ അഭിഷിക്തനില്ലടാ, അഭിഷിക്തനില്ല. വിളിച്ചത് ഞാനാണെങ്കിൽ, ശുശ്രൂഷ ഏൽപ്പിച്ചത് ഞാനാണെങ്കിൽ, ദേശത്ത് നിർത്തിയത് ഞാനാണെങ്കിൽ, വിളിക്ക് ഉപയോഗിക്കാമെന്ന് അവനോട് പറഞ്ഞത് ഞാനാണെങ്കിൽ, അത് നിവർത്തിക്കാൻ എനിക്ക് ഇറങ്ങിയേ പറ്റൂ. ജാതീയ പാരമ്പര്യങ്ങളുടെ നടുവിൽ, സാമുദായിക പാരമ്പര്യങ്ങളുടെ നടുവിൽ നിന്ന് നിന്റെ കുടുംബത്തെ വിളിച്ച് പുറത്തെടുത്തെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ടെന്ന്. ഈ മീറ്റിംഗ് തിരിയുകയാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോയതാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില കുടുംബങ്ങൾ നോക്കി ചിലത് പ്രവചിക്കാൻ. ഞാൻ ഇറങ്ങിയാൽ ഇന്ന് രാത്രിയിൽ തിരിയും. 430 വർഷം അടിമത്തം ഇന്ന് രാത്രിയിൽ ഞാനൊന്ന് ഇറങ്ങിയാൽ തിരിയും. 9 ബാധകളുടെ മുമ്പിലും മനസ്സ് മാറിയ ഫറവോൻ ഇന്ന് രാത്രി കൊണ്ട് തിരിയും. നിങ്ങൾ എന്നെ നോക്കി നിൽക്കരുത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല സ്റ്റേജിൽ. പക്ഷെ നിന്റെ അടുത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ തലമേൽ എന്തോ സംഭവിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിന്റെ മേൽ എന്തോ വീഴുന്നുണ്ട്. തൊടുകയാണല്ലോ കർത്താവ്. ചിലരുടെ കയ്യെ പിടിക്കുകയാണല്ലോ. നിന്റെ നിസ്സഹായതയുടെ മുമ്പിൽ, നിന്റെ നിരാശയുടെ മുമ്പിൽ, നിന്റെ നിലവിളിയുടെ മുമ്പിൽ മാറി നടക്കുന്ന ഒരു കർത്താവ് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, എന്നും മാറി നടക്കത്തില്ല. അവൻ ഇറങ്ങും. പറഞ്ഞത് അവനാണെങ്കിൽ ഇറങ്ങും. ഒരിക്കൽ ഞാൻ ഇവിടെ പറഞ്ഞതാന്ന് തോന്നുന്നു. പക്ഷെ ആത്മാവെന്നെ നിയോഗിക്കുന്നതിന് ഒരിക്കൽ കൂടെ പറയാം. ഞാനൊന്ന് ഇറങ്ങിയാൽ 430 വർഷം നിനക്ക് തടഞ്ഞു വെച്ച സകലതിനെയും ഞാൻ തുറന്നെടുക്കും. പുറപ്പാടിന് അന്ന് രാത്രി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. ദൈവം പറഞ്ഞു, ചോദിക്കടാ ഇസ്രായേൽ മക്കളോട് പറ, ആഭരണങ്ങളെ കടം മേടിക്കാൻ. കൊടുക്കത്തില്ല. കൊടുക്കാൻ തക്കവണ്ണം എൻ്റെ കൃപ ഞാൻ വ്യാപരിപ്പിക്കും. അവർ മേടിച്ചു, ആഭരണം മേടിച്ചു. ഞാൻ വിചാരിച്ചത് കമ്മലും മാലയെന്നാ. പക്ഷേ വല്യപ്പനോട് പറഞ്ഞൊരു ദൂതുണ്ട്, സകല സമ്പത്തോടും കൂടെ അവർ ഇവിടെ നിന്ന് പുറപ്പെട്ടു വരും. കമ്മലും മാലയും കൊണ്ടെന്നല്ല വേദപുസ്തകം എഴുതിയത്. അന്ന് രാത്രിയിൽ ഇസ്രായേൽ ജനം മിസ്രൈമിനെ കൊള്ളയിട്ടു. തലമുറകളെ അടച്ചത് തുറന്നെടുക്കാൻ തയ്യാറാകുന്ന അഭിഷിക്തർ ഇതിനകത്തുണ്ടോ? ഈ പട്ടണത്തിൽ അടച്ചതിനെ തുറന്നെടുക്കാൻ നിയോഗത്തോടെ ചലിക്കുന്ന അഭിഷിക്തർ ഇതിനകത്തുണ്ടോ? വാഗ്ദത്തമുള്ളൊരു സന്തതി, വാഗ്ദത്തമുള്ളൊരു തലമുറ 430 വർഷമായി അടിമത്തത്തിൽ കിടക്കുമ്പോ ചോദ്യങ്ങൾ 100 കണക്കുണ്ട്. ഇതാണോ എൻ്റെ അപ്പനോട് പറഞ്ഞത്? ഇതാണോ ഞങ്ങളുടെ വല്യപ്പനോട് പറഞ്ഞത്? അടിമകളാ, തമ്പുരാൻ പറഞ്ഞു, ഇല്ലടാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്നൊരു ദിവസമുണ്ട്. അവർക്കറിയത്തില്ല എന്നെ. ഞാൻ ഇറങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ എന്നെ കൊണ്ട് അവനോട് സത്യം ചെയ്തു പറഞ്ഞ്
ഈ പട്ടണത്തോട്, ഈ കൂട്ടത്തോട്, ഈ സഭയോട്, ഈ ദൈവദാസന്മാരോട് കർത്താവിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു, കൊള്ളയിടാൻ തയ്യാറാകാൻ, കൊള്ളയിടാൻ തയ്യാറാകാൻ, കൊള്ളയ്ക്ക് വേണ്ടി തയ്യാറാകാൻ. നാനൂറ്റി 30 വർഷമായി അടിമകളായി കിടക്കുന്നവർ ദൈവത്തിന് മുമ്പിൽ നൂറുകണക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, മോശയോട് ചോദിച്ചിട്ടുണ്ടാവാം. തമ്പുരാൻ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങാമെന്ന പദത്തിലെ അർത്ഥം ഇതാ, ഇന്ന് രാത്രി കൊണ്ട് 430 വർഷം മുമ്പ് ഒരു ഉടമ്പടിയോടുകൂടി വല്യപ്പനോട് പറഞ്ഞത് മുഴുവനും ഇന്ന് രാത്രി കൊണ്ട് ഞാൻ സെറ്റിൽ ചെയ്യാം. പരിശുദ്ധാത്മാവ് എഴുതി പദം കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. വേദപുസ്തകം എഴുതി, അന്ന് രാത്രിയിൽ ഇസ്രായേൽ ജനം മിസ്രൈമിനെ പറ അവരോട് ചോദിച്ചേ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രമാണോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ? അല്ല, എൻ്റെ അപ്പനടച്ചതും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വല്യപ്പന് കിട്ടാനുള്ളതും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വല്യപ്പൻ്റെ അപ്പന് കിട്ടാനുള്ളതും എൻ്റെ കയ്യിലുണ്ട്. തലമുറകളായി അടച്ചതിനെ മുഴുവനും തുറന്നെടുത്തുകൊണ്ട് ഒരു യാത്ര പോകുന്ന ഒരു കൂട്ടം. ഞാൻ ചിന്തിക്കുക, പാസ്റ്ററെ, അന്ന് രാത്രി പുറപ്പെടുമ്പോൾ സുഭാഷ് പാസ്റ്റർ അവർ മോശയോട് ചോദിച്ചു കാണത്തില്ലേ, പുറപ്പെടുകയാണ് ഞങ്ങൾ. പക്ഷെ വല്യപ്പനോട് പറഞ്ഞൊരു വാഗ്ദത്തം ഇല്ലേ? ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. സർവ്വസമ്പത്തോടും കൂടെ പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയുന്നില്ല. തമ്പുരാൻ പറയും, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ മറന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ നിന്നെ നോക്കി, ഈ കുടുംബ, ഈ തലമുറയെ നോക്കി ഞാൻ പ്രവചിച്ചു പറയട്ടെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ വലിയ കരവും വാഗ്ദത്തങ്ങളെ ക്ലെയിം ചെയ്യുന്നവർക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവത്തിന്റെ ബലവും